ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റീഡിങ് ഫ്രം ഫ്രിഞ്ചസിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. നെയിം ഓഫ് ദ ചാപ്റ്റർ ഈസ് നോളേജ് ഈസ് പവർ. നോളേജ് ഈസ് പവർ എന്ന് പറയുന്നതാണ്, അറിവാണ് പവർ എന്ന് പറയുന്നത്. അത് യുവൽ നോവ ഹരാരിയുടെ ഒരു ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം, ഇൻട്രൊഡക്ഷൻ നോക്കാം. Knowledge is Power is an excerpt from Sapiens, a brief history of humankind. സോ ഇതൊരു ചെറിയ ഭാഗമാണ്. നോളജ് ഈസ് പവർ എന്ന് പറയുന്നത് ഒരു ചെറിയ ഭാഗമാണ്. ഒരു വലിയൊരു ബുക്കുണ്ട്, സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. സാപ്പിയൻസ് എന്ന് പറഞ്ഞത് മനുഷ്യനല്ലേ, ഹോമോ സാപ്പിയൻസ് എന്ന് കേട്ടിട്ടില്ലേ? ഇന്ന് മനുഷ്യൻ ആയിട്ടിരിക്കുന്ന രൂപത്തെ എന്താണ് ഹോമോ സാപ്പിയൻസ് ആണ്. നമുക്കറിയാം, ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് മനുഷ്യൻ ഇന്നത്തെ രൂപത്തിലേക്ക് എത്തുന്നത്. ഓസ്ട്രേലിയോപിഥെക്കസ് തൊട്ടിട്ട് ഇങ്ങനെ തുടങ്ങി ആദ്യം മനുഷ്യന് മങ്കീരൊക്കെ രൂപഭാവങ്ങളൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ തുടങ്ങിയാണ് ഹോമോസാപ്പിയൻസിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹോമോസാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുമ്പോൾ മനുഷ്യരാശിയുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിൽ നിന്ന് എടുത്തൊരു ചെറിയ ഭാഗമാണ് നോളജ് ഈസ് പവർ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രം. ടെക്നോളജി എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ. അങ്ങനെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ബന്ധമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുക. ഹരാരി സേസ് ദാറ്റ് ഓൾ ടെക്നോളജീസ് ആർ നോട്ട് ഡെവലപ്ഡ് ബൈ സയൻറ്റിഫിക് റിസർച്ച്. ഇതിൽ ഹരാരി നമ്മളോട് പറഞ്ഞു തരുന്നത് എല്ലാ ടെക്നോളജീസും, അതായത് എല്ലാ സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കുന്നത് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കുന്നത് ശാസ്ത്രീയമായ ഗവേഷണങ്ങളിലൂടെയല്ല എന്നാണ് ഹരാരി പറയുന്നത്. സംടൈംസ്, ചിലപ്പോഴൊക്കെ അൺഎഡ്യൂക്കേറ്റഡ് ക്രാഫ്റ്റ്സ്മെൻ, അതായത് തീരെ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു പക്ഷേ വല്ല ആശാരിമാരാവാം, വല്ല കാർപ്പൻറ്റേഴ്സ്, അതുപോലെയുള്ള തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത പക്ഷേ കലയിൽ വിരുദ്ധമുള്ള ആളുകൾ ക്രിയേറ്റ് ന്യൂ ടെക്നോളജീസ്. അവരും അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സയൻറ്റിസ്റ്റുകളല്ലാത്ത ആളുകളും ചിലപ്പോഴൊക്കെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാറുണ്ടെന്ന് പറയാണ്. യൂസിങ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്താ? ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് നോക്കും, അപ്പോൾ അത് തെറ്റും, പിന്നെയും ചെയ്യും. അങ്ങനെ തെറ്റുകൾ വന്ന് ലാസ്റ്റ് അത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. അങ്ങനെയുള്ള ശരി തെറ്റ് അങ്ങനെയുള്ള പല മെത്തേഡുകൾ ഉപയോഗിച്ച് ഈ വിദ്യാഭ്യാസം കുറഞ്ഞ സാധാരണ ക്രാഫ്റ്റ് മെൻസിൽ നിന്നും ചില ടെക്നോളജികൾ, ചില സാങ്കേതിക വിദ്യകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഹരാരി പറയുന്നത്. ടുഡേ scientific research and technological development are mainly in the field of defense and wars are scientific productions. പറയാണ്, ഇന്ന് കൂടുതൽ ഈ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങൾ, അതുപോലെ തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള വികസനങ്ങൾ, അതൊക്കെ കൂടുതലും നമുക്കിന്ന് കാണാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഡിഫെൻസാണ്. യുദ്ധത്തിന് വേണ്ടിയിട്ടൊക്കെ, അതുപോലെ വാർസിന് വേണ്ടിയിട്ടൊക്കെയാണ് ശാസ്ത്രീയമായ പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നത് എന്നാണ് ഹരാരി പറയുന്നത്. നോളജ് ഈസ് പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എസ്സേ ക്രിറ്റിക്കലി ഇവാലുവേറ്റ്സ്, വിമർശനപരമായിട്ട് തന്നെ വിലയിരുത്തുന്നുണ്ട് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ്. വിമർശിക്കുകയാണ്, വിമർശനപരമായിട്ടുള്ളൊരു വിലയിരുത്തലാണ് നടക്കുന്നത്. എങ്ങനെയാണ് പുതിയ സാങ്കേതിക വിദ്യ, പുതിയ എന്താ പറയുക വെപ്പൺസ്, ആയുധങ്ങൾ ഉണ്ടാക്കാൻ മാത്രമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വിശകലനം നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നു പറയാണ്. ഈ ഇൻട്രൊഡക്ഷൻ്റെ നെക്സ്റ്റ് ഒരു ഭാഗം കൂടിയുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ടുഡേ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആർ മെയിൻലി ഇൻ ദ ഫീൽഡ് ഓഫ് ഡിഫെൻസ് ആൻഡ് വാർ ആർ സയൻറ്റിഫിക് പ്രൊഡക്ഷൻസ്. നമ്മൾ പറഞ്ഞു നോളജ് ഈസ് പവർ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് ടു മേക്ക് ന്യൂ വെപ്പൺസ്. ഇനി ഇൻ ദ ചാപ്റ്റർ, നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിൽ എസ്സേയിൽ നോളജ് ഈസ് പവറിൽ യുവാൽ ഹോറെ ഹരാരി വെരി കൺവിൻസിംഗ്ലി ടെൽ അസ്, നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഹൗ നോളേജ് ബിക്കം പവർ, എങ്ങനെയാണ് അറിവ് പവറായിട്ട് മാറുന്നത്, ശക്തിയായിട്ട് മാറുന്നത്, എസ്പെഷ്യലി ഇൻ ദ മോഡേൺ വാർഫെയർ, പ്രത്യേകിച്ചും മോഡേൺ ആയിട്ടുള്ള ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ അല്ലെങ്കിൽ യുദ്ധത്തിലൊക്കെ എങ്ങനെയാണ് അറിവ് ശക്തിയായി മാറുന്നതെന്നും ഈ ഒരു ചാപ്റ്ററിലൂടെ ഹരാരി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇൻ 1960 1960 ഫ്രാൻസിസ് ബേക്കൺ
ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു എഴുത്തുകാരനാണ് ഫ്രാൻസിസ് ബേക്കൺ. പബ്ലിഷ്ഡ് എ സയൻറ്റിഫിക് മാനിഫെസ്റ്റോ, ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ശാസ്ത്ര ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അതിൻ്റെ ഹെഡിങ് ടൈറ്റിൽ എന്തായിരുന്നു? ദ ന്യൂ ഇൻസ്ട്രുമെൻ്റ് എന്ന്, പുതിയൊരു ഉപകരണം എന്നായിരുന്നു അതിൻ്റെ ബുക്ക്. ഇന്നിറ്റ്, ആ ബുക്കിൻ്റെ പേര് ദ ന്യൂ ഇൻസ്ട്രുമെൻ്റ് എന്നായിരുന്നു. അതിൽ ഹി ആർഗ്യൂഡ് ദാറ്റ്, അതിലാണ് അദ്ദേഹം പറയുന്നത് എന്ത്? നോളജ് ഈസ് പവർ. ഈ ഒരു തലക്കെട്ട് ആദ്യം വരുന്നത് ഫ്രാൻസിസ് ബേക്കൺ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു ബുക്കിലാണ്. ഇതിലാണ് ഈ ഒരു തലക്കെട്ട് വരുന്നത്, നോളജ് ഈസ് പവർ, അറിവ് ശക്തിയാണെന്നുള്ളത്. ദ റിയൽ ടെസ്റ്റ് ഓഫ് നോളേജ്, അപ്പോൾ അതിൽ പറയുന്നത് ദ റിയൽ ടെസ്റ്റ് ഓഫ് നോളേജ് എന്ന് പറയുന്നത് ഒരു നോളേജ്, അറിവ് എന്ന് പറയുന്നത് അതൊരു അറിവാവണമെങ്കിൽ അതിന് റിയൽ ടെസ്റ്റ്, അത് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അതിന് യൂട്ടിലിറ്റി ഉണ്ടാവണം. എപ്പോഴാണോ ഒരു അറിവിന് ഉപയോഗം ഉണ്ടാവുന്നത് അപ്പോഴാണ് അതിന് കാര്യമുള്ളൂ എന്നാണ് പറയുന്നത്. എ തിയറി ദാറ്റ് എനേബിൾസ് അസ് ടു ഡു ന്യൂ തിങ്സ് ഈസ് നോളേജ്. അപ്പോൾ അതിൽ പറയുന്നത് ഒരു നോളേജ്, ഒരു അറിവ് അതിന് ഉപയോഗപ്രദം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ടെസ്റ്റിൽ വിജയിക്കുള്ളൂ. അതുപോലെ തന്നെ അത് അങ്ങനെ ഒരു റിയൽ ആയിട്ടുള്ള നോളേജ് ആണെങ്കിൽ അല്ലെങ്കിൽ തിയറി ആണെങ്കിൽ അതിന് സാധിക്കണം എന്താണ്? ടു ഡു ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ, അതുപോലെ തന്നെ അതിന് ഉപയോഗം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നോളേജ് എന്ന് വിളിക്കാമെന്നും പറയുന്നുണ്ട്. നമുക്കിനി ടെക്സ്റ്റിലേക്ക് കടക്കാം. ഒരു ലോങ് ആയിട്ടുള്ള ടെക്സ്റ്റാണ്, ഒരുപാട് കൺഫ്യൂസിങ് ആണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കാനായിട്ട്. ലോങ് ടെക്സ്റ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെ രണ്ട് ക്ലാസ് ആയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം. ഹെഡിങ് നോളേജ് ഈസ് പവർ, അറിവ് എന്ന് പറയുന്നത് ശക്തിയാണ്. നോക്കാം. ഓവർ ദ സെഞ്ച്വറീസ് സയൻസ് ആസ് ഓവർഡ് ആസ് മെനി ന്യൂ ടൂൾസ്. നൂറ്റാണ്ടുകളായിട്ട് ശാസ്ത്രം നമുക്ക് ഒരുപാട് പുതിയ പുതിയ ഉപകരണങ്ങൾ, ടൂൾസ്, പണിയായുധങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ തന്നിട്ടുണ്ട്. സം ആർ മെൻ്റൽ ടൂൾസ്, ചിലത് മാനസികമായിട്ടുള്ള ടൂൾസുകളാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവത്തിലൂടെ നമ്മുടെ മനസ്സിനെ ഇളക്കാനൊക്കെയുള്ള മാനസികമായിട്ടുള്ള ടൂൾസാണ്. സച്ച് ആസ്, എങ്ങനെയുള്ളതാ? ദോസ് യൂസ് ടു പ്രെഡിക്റ്റ് ഡെത്ത് റേറ്റ്സ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ആ ഒരു എക്സ്പീരിയൻസിലൂടെ മാനസികമായിട്ടുള്ള ആ ഒരു ടൂൾ പ്രകാരം നമുക്ക് മരണനിരക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എത്ര പേര് മരണം പോവും എന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ചില അപകടങ്ങളൊക്കെ വരുമ്പോൾ എത്രത്തോളം മരണം എത്ര വരെ എത്തും എന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തികമായിട്ടുള്ള വളർച്ച നമുക്ക് ഊഹിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ, മുൻകൂട്ടി പറയാൻ പറ്റും. ഇതൊക്കെ സയൻസിൻ്റെ ഈ മെൻ്റൽ ടൂൾസ് കൊണ്ട് നമുക്ക് സാധിക്കും. ഈവൻ മോർ ഇമ്പോർട്ടൻ്റ് ആർ ടെക്നോളജിക്കൽ ടൂൾസ്. മെൻ്റൽ ടൂൾസ് മാത്രമല്ല, നമുക്ക് ടെക്നോളജിക്കൽ ടൂൾസും ഉണ്ട്. ടെക്നോളജിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? സാങ്കേതികപരമായിട്ടുള്ള ടൂളുകൾ. ദ കണക്ഷൻ ഫോർജ്ഡ് ബിറ്റ്വീൻ ദ സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് സോ സ്ട്രോങ് ദാറ്റ് ടുഡേ പീപ്പിൾ ടെൻ ടു കൺഫ്യൂസ് ദ ടു. അപ്പോൾ പറയാണ്, ഈ ഒരു സയൻസും ടെക്നോളജിയും തമ്മിൽ, അതായത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തമ്മിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷനാണ്. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് സയൻസ് ഏതാ ടെക്നോളജി ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർക്കൊരു കൺഫ്യൂഷനാണ് എന്ന് പറയാണ്. വി ഓഫൻ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡെവലപ്പ് ന്യൂ ടെക്നോളജീസ് വിത്തൗട്ട് സയൻറ്റിഫിക് റിസർച്ച്. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ചിന്തിക്കും, ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗവേഷണം ഇല്ലെങ്കിൽ, അതായത് ഒരു സയൻറ്റിഫിക് റിസർച്ച് ഇല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജീസ് ഡെവലപ്പ് ആവില്ല എന്ന്, പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടാവില്ല ശാസ്ത്രീയ ഗവേഷണം ഇല്ലാതെ എന്ന് നമ്മൾ വിചാരിക്കും. ആൻഡ് ദാറ്റ് ദർ ഈസ് എ ലിറ്റിൽ പോയിന്റ് ഇൻ റിസർച്ച് ഇഫ് ഇറ്റ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ ന്യൂ ടെക്നോളജീസ്. നമ്മൾ പറയും റിസർച്ച് ഇല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇൻഫാക്റ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് എ വെരി റീസെൻറ്റ് ഫിനോമിനൻ. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ഇത്ര വലിയൊരു ബന്ധം, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള വലിയൊരു ബന്ധം, ഇത്രയും ശക്തമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഫിനോമിനാണ്, പ്രതിഭാസമാണ്. പ്രയോർ ടു 1500 1500-കൾക്ക് മുൻപ് സയൻസ് ആൻഡ് ടെക്നോളജി വർ ടോട്ടലി സെപ്പറേറ്റ് ഫീൽഡ്സ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും രണ്ടും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ ആയിരുന്നു.
വെൻ ബാക്കൻ കണക്റ്റഡ് ദ ടു ഇൻ ഏർലി 17th century. ഇനി ഇതിനൊരു കണക്ഷൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 17ാം നൂറ്റാണ്ടിൻ്റെ ആദ്യങ്ങളിൽ ബേക്കണാണ്. ഫ്രാൻസിസ് ബേക്കൺ ഞാൻ പറഞ്ഞു വളരെ ശക്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. എസ്സേ ഒക്കെ എഴുതുന്ന ഒരാളാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ എസ്സേ എഴുതിയിട്ടുള്ള ഒരു ഫേമസ് എസ്സേയിസ്റ്റൊക്കെയാണ് ഫ്രാൻസിസ് ബേക്കൺ. അപ്പം അദ്ദേഹമാണ് 17ാം നൂറ്റാണ്ടുകളിലെ ആദ്യത്തിൽ ഇങ്ങനെ ഒരു കണക്ഷൻ സയൻസും ടെക്നോളജിക്കും കൊണ്ടുവരുന്നത്. ഇറ്റ് വാസ് എ റെവല്യൂഷണറി ഐഡിയ. അന്ന് ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ആശയം ആയിരുന്നു. പിന്നെ നോക്കാം, ഡ്യൂറിങ് ദ 17th and 18th century ദിസ് റിലേഷൻഷിപ്പ് ടൈറ്റൻഡ്. പിന്നീട് വന്ന 17-18 നൂറ്റാണ്ടുകളായപ്പോഴേക്കും ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധം ടൈറ്റായി കൂടി. ബട്ട് ദ നോട്ട് വാട്ട് ടൈഡ്. പക്ഷെ അതൊരു കെട്ടായിട്ട് മാറുന്നത് 19th centuryയിലാണ്. ഇതൊരിക്കലും അഴിച്ചു മാറ്റാൻ പറ്റാത്ത കെട്ടായി മാറുന്നത് 19th centuryയിലാണ്. ഈവൺ ഇൻ 1800, 1800-കളിൽ പോലും മോസ്റ്റ് റൂളേഴ്സ് ഹു വാണ്ടഡ് എ സ്ട്രോങ് ആർമി ആൻഡ് മോസ്റ്റ് ബിസിനസ് മാഗ്നറ്റ് ഹു വാണ്ടഡ് എ സക്സസ്ഫുൾ ബിസിനസ് ഡിഡ് നോട്ട് ബോദർ ടു ഫിനാൻസ് റിസർച്ച് ഇൻ ഫിസിക്സ്, ബയോളജി ഓർ എക്കണോമിക്സ്. അപ്പോൾ 1800-കളിൽ പോലും സയൻസും ടെക്നോളജിയും തമ്മിൽ ഈ ഒരു ബന്ധം ഇത്രയും ശക്തമായി ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അതിന് തെളിവാണ് അന്ന് നല്ല ശക്തനായിട്ടുള്ള ഒരു റൂളർ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് പുരോഗതി അല്ലെങ്കിൽ വിജയം വേണ്ട ഒരു ബിസിനസ് മാഗ്നറ്റ്, അവർ പോലും എന്താ പറയുക, ഒരു റിസർച്ചിനായിട്ട് ഫിസിക്സ്, ബയോളജി, എക്കണോമിക്സിലൊന്നും റിസർച്ചിനായിട്ട് പൈസ മുടക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു കാലത്ത് പോലും ഇത്രയും ശക്തമായിട്ട് സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധം വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, ഐ ഡോണ്ട് മീൻ ടു ക്ലെയിം ദാറ്റ് ദർ ഈസ് നോ എക്സെപ്ഷൻ ടു ദിസ് റൂൾ. ഈ ഒരു റൂളിന് എക്സെപ്ഷൻ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എ ഗുഡ് ഹിസ്റ്റോറിയൻ ക്യാൻ ഫൈൻഡ് precedent for everything, but an even better historian knows when these precedents are but curiosities that cloud the big picture. എന്താ പറയുന്നത്, എ ഗുഡ് ഹിസ്റ്റോറിയൻ ക്യാൻ ഫൈൻഡ് precedent. എന്താ പറയുന്നത്, നല്ലൊരു ചരിത്രകാരന് മുൻഗാമീനെ കണ്ടെത്താനായിട്ട് പറ്റും എല്ലാ കാര്യത്തിനും. ബട്ട് ഈവൻ ബെറ്റർ ഹിസ്റ്റോറിയൻ, കുറച്ചും കൂടെ നല്ലൊരു ഹിസ്റ്റോറിയൻ ആണെങ്കിൽ, നോസ് വെൻ ദീസ് precedents ആർ, എപ്പോഴാണെന്നും കൂടെ അറിയാനായിട്ട് പറ്റും. ബട്ട് ക്യൂരിയോസിറ്റീസ് ദാറ്റ് ക്ലൗഡ് ദ ബിഗ് പിക്ചർ. പക്ഷേ ഈ ഒരു വല്ലാത്തൊരു ഉത്കണ്ഠ വരുമ്പോഴാണ് അവിടെ ക്ലൗഡ് വരിക, എന്താ പറയുക, ക്ലാരിറ്റി കുറയുക എന്ന് പറയുകയാണ്. ജനറലി സ്പീക്കിംഗ്, പൊതുവായിട്ട് പറയുമ്പോൾ, മോസ്റ്റ് പ്രീ മോഡേൺ റൂളേഴ്സ് ആൻഡ് ബിസിനസ് പീപ്പിൾ, മോഡേൺ പീരീഡിന് മുൻപ്, അതായത് ആധുനിക കാലഘട്ടത്തിന് മുമ്പുള്ള റൂളേഴ്സ്, ഭരണാധികാരികളാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും, ഡിഡ് നോട്ട് ഫിനാൻസ് റിസർച്ചിനായിട്ട്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് അല്ലെങ്കിൽ റിസർച്ചിനായിട്ട് അവരൊരുപാട് പൈസയൊന്നും മുടക്കിയിട്ടില്ല. അബൌട്ട് ദ നേച്ചർ ഓഫ് യൂണിവേഴ്സ് ഇൻ ഓർഡർ ടു ഡെവലപ്പ് ന്യൂ ടെക്നോളജീസ്. അപ്പോൾ ഒരു പുതിയ ടെക്നോളജീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേണ്ടിയിട്ടൊന്നും ഈ ഒരു പ്രീ മോഡേൺ ആയിട്ടുള്ള റൂളേഴ്സോ, പ്രീ മോഡേൺ മീൻസ് മോഡേൺ പീരീഡിന് മുൻപുള്ള റൂളേഴ്സോ അല്ലെങ്കിൽ ബിസിനസ്സുകാരോ പൈസയൊന്നും മുടക്കിയിട്ടില്ല. ആൻഡ് മോസ്റ്റ് തിങ്കേഴ്സ് ഡിഡ് നോട്ട് ട്രൈ ടു ട്രാൻസ്ലേറ്റ് ദെയർ ഫൈൻഡിങ്സ് ഇൻ ടു ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ്. ആ കാലഘട്ടത്തിലെ ചിന്തകരും അവരുടെ കണ്ടുപിടുത്തങ്ങളെ ടെക്നോളജിക്കലായിട്ടുള്ള സാങ്കേതിക ഉപകരണങ്ങളായിട്ട് അല്ലെങ്കിൽ ഗാഡ്ജറ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം, വിവർത്തനം ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടും ഇല്ല. അപ്പം അതിനർത്ഥം അന്ന് ടെക്നോളജിയും അതുപോലെ തന്നെ ഇതും തമ്മിൽ, സയൻസും തമ്മിലൊരു വല്ലാത്തൊരു ബന്ധം അവർ കൊടുത്തിരുന്നില്ല എന്നാണ്. നെക്സ്റ്റ് നോക്കാം, റൂളേഴ്സ് ഫിനാൻസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഭരണകർത്താക്കൾ എന്താണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൈസ എന്താ പറയുക, പൈസ കൊടുക്കാറുണ്ട്. ഹൂസ് മാൻഡേറ്റ്, അവരുടെ ഉദ്ദേശം എന്തുമാത്രമായിരുന്നു, വാസ് ടു സ്പ്രെഡ് ട്രഡീഷണൽ നോളേജ്, പരമ്പരാഗതമായിട്ടുള്ള അറിവ് ഇനിയുള്ള ജനറേഷനും പകരണം, പുതിയ തലമുറയ്ക്കും കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഭരണാധികാരികൾ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പൈസ ഇറക്കാറുണ്ട്. ഫോർ ദ പർപ്പസ് ഓഫ് ബട്രസിങ് ദ എക്സിസ്റ്റിംഗ് ഓർഡർ.
അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള അറിവുകൾ പകർന്നാൽ മാത്രമേ ഇപ്പോഴുള്ള നിലനിൽക്കുന്ന ഒരു ഓർഡർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ അതിനു വേണ്ടി പണം ഇറക്കാറുണ്ടെന്നാണ് പറയുന്നത്. അല്ലാതെ ടെക്നോളജിക്ക് വേണ്ടിയിട്ടോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും അവർ പൈസ ഇറക്കാറില്ല, അത്രയധികം പൈസ ഇറക്കാറില്ല എന്ന് പറയുന്നു. ഹിയർ ആൻഡ് ദർ പീപ്പിൾ ഡിഡ് ഡെവലപ്പ് ന്യൂ ടെക്നോളജീസ്. പക്ഷെ അവിടെയും ഇവിടെയൊക്കെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താറുണ്ട്. ബട്ട് ദീസ് വർ യൂഷ്വലി ക്രിയേറ്റഡ് ബൈ. പക്ഷേ ഈ ഒരു പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തിരുന്നത്, കണ്ടുപിടിച്ചിരുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്നത് ആരൊക്കെയാണ്? അണ്ടർലൈൻ ചെയ്യുക. ബൈ അൺഎഡ്യൂക്കേറ്റഡ് ക്രാഫ്റ്റ്സ്മെൻ. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത കല അറിയുന്ന കുറച്ച് ആളുകൾ, അങ്ങനെയുള്ള അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സ്മെൻ ആണ് അത് കണ്ടുപിടിച്ചിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂസിങ് ട്രയൽ ആൻഡ് എറർ. ഒരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ ആദ്യം തെറ്റ് വരും, പിന്നെ അങ്ങനെ തെറ്റ് കണ്ടുപിടിച്ച് ഒരു ശരിയായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കും. അങ്ങനെയുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ കലേനെ കുറിച്ച് അറിയുന്ന ആളുകളൊക്കെയാണ് അത് കണ്ടുപിടിച്ചിരുന്നത്. നോട്ട് ബൈ ദ സ്കോളർ. അല്ലാതെ ഒരു സയൻറ്റിസ്റ്റോ അല്ലാതെ ഒരു ശാസ്ത്രീയ ഗവേഷണത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായിട്ടോ ഒന്നുമല്ല അത് കണ്ടുപിടിച്ചിരുന്നത്. കാർട്ട് മാനുഫാക്ചേഴ്സ് ബിൽഡ് ദ സെയിം കാർഡ്സ് ഫ്രം ദ സെയിം മെറ്റീരിയൽസ് ഇയർ ഇൻ ഇയർ ഔട്ട്. കാർട്ട് ഉൽപ്പാദിപ്പിക്കുന്നവർ സെയിം രൂപത്തിലുള്ള കാർട്ട് തന്നെയാണ്, സെയിം മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഓരോ വർഷവും കാർട്ട് ഉണ്ടാക്കാറ്. They did not set aside a percentage of their annual profits in order to research and develop new cart models. പക്ഷേ പുതിയൊരു കാർട്ടിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ പുതിയ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അവർക്ക് കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗം അതിൻ്റെ ഗവേഷണത്തിന് വേണ്ടിയിട്ട് അവർ മാറ്റി വയ്ക്കാറൊന്നുമില്ല. കാർട്ട് ഡിസൈൻ ഒക്കേഷണലി ഇംപ്രൂവ്ഡ്. കാർട്ടിൻ്റെ മേഖലയിൽ ഒരു ഗവേഷണം നടന്നില്ലെങ്കിലും അതിൻ്റെ ഡിസൈനിന് വർഷങ്ങൾ കഴിയും തോറും ഇംപ്രൂവ് ചെയ്തു പുരോഗമിച്ചുകൊണ്ടിരുന്നു. ബട്ട് ഇറ്റ് വാസ് യൂഷ്വലി താങ്ക്സ് ടു ദ ഇൻജെന്യൂറ്റി ഓഫ് ലോക്കൽ കാർപ്പൻറ്റേഴ്സ്. പക്ഷേ ഇതിന് നന്ദി പറയേണ്ടത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആശാരിമാരുടെ ബുദ്ധിയോടാണ്. അവരാണ് ഇതിന് കാരണം. ഹു നെവർ സെറ്റ് ഫുട്ട് ഇൻ യൂണിവേഴ്സിറ്റി ആൻഡ് ഡിഡ് നോട്ട് ഈവൻ നോ ഹൗ ടു റീഡ്. ആ കാർപ്പൻ്റർമാർക്ക്, ആ ആശാരിമാർക്ക് ചിലപ്പോൾ വായിക്കാൻ തന്നെ അറിയില്ല, എഴുത്തും വായന അറിയില്ല. അവരൊരു യൂണിവേഴ്സിറ്റിയിലും അതായത് ഒരു സർവകലാശാലയിലും അവർ കാല് പോലും എടുത്ത് കുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ, അവർക്കൊരു വിദ്യാഭ്യാസവും നേടിയിട്ടില്ല. എന്നിട്ടും വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ ആ ഒരു കാർട്ടിൻ്റെ ഡിസൈൻ പുരോഗമിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ദിസ് വാസ് ട്രൂ ഓഫ് ദ പബ്ലിക് ആസ് വെൽ ആസ് പ്രൈവറ്റ് സെക്ടർ. പബ്ലിക് സെക്ടറിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് സത്യമാണ്. Whereas modern states call in their scientists to provide solution in almost every area of national policy. നമുക്ക് കാണാൻ പറ്റും മോഡേൺ സ്റ്റേറ്റ്, ആധുനിക സ്റ്റേറ്റുകൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഏതൊരു മേഖലയിലും, ഇപ്പം നാഷണൽ പോളിസി ദേശീയപരമായ പോളിസിയിലാണെങ്കിലും ഏതൊരു മേഖലയിലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അപ്പോൾ ഒരു ഉത്തരം എന്നോണം അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നോണം മോഡേൺ സ്റ്റേറ്റുകൾ, ആധുനിക സ്റ്റേറ്റുകൾ സയൻറ്റിസ്റ്റുകളെയാണ് വിളിക്കുക, അതായത് ശാസ്ത്രജ്ഞരെയാണ് വിളിക്കുക. അതെന്ത് തന്നെയാണെങ്കിലും ഫ്രം എനർജി, നമ്മുടെ ഊർജം തൊട്ട് ഹെൽത്ത് തൊട്ട് ആരോഗ്യം തൊട്ട് വേസ്റ്റ് ഡിസ്പോസൽ, എന്താ നമ്മുടെ വേസ്റ്റ് എങ്ങനെ നമ്മൾ ഡിസ്പോസ് ചെയ്യാം, അതൊക്കെ വിളിക്കുന്നതിനാണ് സയൻറ്റിസ്റ്റിനെയാണ് മോഡേൺ സ്റ്റേറ്റ്. പക്ഷേ ഏൻഷ്യൻ കിങ്ഡം സെൽഡം ഡിഡ് സോ. പക്ഷെ എന്താ പറയുക, പണ്ടത്തെ പണ്ടത്തെ രാജ്യങ്ങൾ അങ്ങനെയല്ല ചെയ്തിരുന്നത്, ഭരണാധികാരികൾ അങ്ങനെയല്ല ചെയ്തിരുന്നതെന്ന് പറയാണ്. ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദെൻ ആൻഡ് നൗ ഈസ് മോസ്റ്റ് പ്രൊനൗൺസ് ഇൻ വെപ്പൺട്രി. അപ്പം ഈ ഒരു വൈരുദ്ധ്യം, ഈ ഒരു വ്യത്യാസം പണ്ടും അത് ദെൻ അന്നും നൗ ഇന്നും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത് ആയുധ മേഖലയിലാണ്, വെപ്പൺട്രിയിലാണ്. When outgoing President Dwight Eisenhower warned in 1961 of the growing power of the military industrial complex. നമുക്ക് നോക്കാം, പ്രസിഡന്റ് ഡ്വൈറ്റ്
ഐസൻഹോവർ എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് 1961 പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിലിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ, മിലിറ്ററി പവർ അല്ലേ, നമ്മുടെ പട്ടാളത്തിൻ്റെ പവർ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വ്യാവസായികം, ഇവ തമ്മിലുള്ള ആ ഒരു പവർ കൂടി വരുന്നതിനെ പറ്റിയിട്ട് അദ്ദേഹം വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹം വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു പറയാണ്. ഹി ഷുഡ് ഹാവ് അലേർട്ടഡ്, എല്ലാവർക്കും വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹിസ് കൺട്രി, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന്, അമേരിക്കയിലെ രാജ്യത്തിന് അദ്ദേഹം വാൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടു മിലിറ്ററി, ഇൻഡസ്ട്രിയൽ ആൻഡ് സയൻറ്റിഫിക് കോംപ്ലക്സ്, പിന്നീട് ഈ ഒരു മിലിറ്ററി, അതുപോലെ തന്നെ വ്യാവസായികം, അതുപോലെ തന്നെ ശാസ്ത്രം, ഒരുമിച്ച് വരുന്ന ശക്തി അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ബന്ധം കൂടി വരുമ്പോൾ ഇതൊരു പ്രോബ്ലം ആവുമെന്ന് അദ്ദേഹം വാൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ടുഡേയ്സ് വാർസ് ആർ സയൻറ്റിഫിക് പ്രൊഡക്ഷൻസ്, അതിന് തെളിവാണ് ഇന്നത്തെ യുദ്ധങ്ങളൊക്കെ എന്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്, ശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ദ വേൾഡ്സ് മിലിറ്ററി ഫോഴ്സസ് ഇനീഷ്യേറ്റ്, ലോകത്തിൻ്റെ വലിയ വലിയ മിലിറ്ററി ശക്തികളാണ് തുടക്കം കുറിക്കുന്നത്, ഫണ്ട് ചെയ്യുന്നത്, ആൻഡ് സ്റ്റിയർ എ ലാർജ് പാർട്ട് ഓഫ് ഹ്യൂമാനിറ്റി സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാൻ പറ്റും, മനുഷ്യരാശിയിലെ കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നതും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നതും സാങ്കേതിക വികസനങ്ങൾ നടക്കുന്നതൊക്കെ ഏത് മേഖലയിലാണ്, മിലിറ്ററി ഫോഴ്സസിനാണ്, യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. യുദ്ധത്തിന് എങ്ങനെ പുതിയ തോക്കുകൾ ഉണ്ടാക്കാം, പീരങ്കികൾ ഉണ്ടാക്കാം, എത്ര പേരെ എങ്ങനെ വേഗം കൊല്ലാം, അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. വെൻ വേൾഡ് വാർ വൺ ബോഗ്ഡ് ഡൗൺ ഇൻ ടു ഇന്റർമീഡിയറ്റ് ട്രെഞ്ച് വാർ, നമുക്ക് വേൾഡ് വാർ ഫസ്റ്റിനെ പറ്റിയാണ്. നമുക്കറിയാം വേൾഡ് വാർ ഫസ്റ്റ് 1914 to 1918 ആയിരുന്നു. വെൻ വേൾഡ് വാർ വൺ ബോഗ്ഡ് ഡൗൺ ഇൻ ടു ഇന്റർമിനബിൾ ട്രെഞ്ച് വാർഫെയർ, ഈ വേൾഡ് വാർ 1 ഒരുപാട് തുറുങ്കുകൾ, ട്രെഞ്ചുകൾ തുടങ്ങാനായിട്ട് തുടങ്ങി. ബോത്ത് സൈഡ് കോൾ ഇൻ ദ സയൻറ്റിസ്റ്റ് ടു ബ്രേക്ക് ദ ഡെഡ് ലോക്ക്. അപ്പോൾ രണ്ട് സൈഡുകളും, യുദ്ധം എന്ന് പറയുമ്പോൾ രണ്ട് സൈഡുകളുണ്ടായിരിക്കും. ആ രണ്ട് സൈഡുകളും എന്താണ് ചെയ്തത്, രണ്ട് സൈഡുകളും ഈ ഒരു ട്രെഞ്ച് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശാസ്ത്രജ്ഞരെ വിളിച്ചു. ആൻഡ് സേവ് ദ നേഷൻ, രാജ്യത്തെ രക്ഷിക്കാനും. ദ മെൻ ഇൻ ദ വൈറ്റ് ആൻസർ ദ കോൾ, ദ മെൻ ഇൻ ദ വൈറ്റ് എന്ന് പറഞ്ഞ ആരാ, സയൻറ്റിസ്റ്റുകൾ, അവർ ഉത്തരം നൽകി. ആൻഡ് ഔട്ട് ഓഫ് ദ ലബോറട്ടറീസ് റോൾ എ കോൺസ്റ്റന്റ് സ്ട്രീം ഓഫ് ന്യൂ വണ്ടർ, അവരുടെ ലാബുകളിൽ നിന്നും അവർ പുതിയ അത്ഭുതങ്ങൾ കൊണ്ടുവരികയാണ്. ഏതൊക്കെയാണ് അത്ഭുതങ്ങൾ? ന്യൂ വണ്ടർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് വെപ്പൺസ് ആണ്, ആയുധങ്ങളാണ്. ഏതൊക്കെ? കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ്, വ്യോമ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ. പോയ്സൺ ഗ്യാസ്, പോയ്സൺ എന്ന് പറഞ്ഞുള്ള ഗ്യാസുകൾ, വലിയ ടാങ്കുകൾ. സബ്മറൈൻസ്, അന്തർവാഹിനികൾ. ആൻഡ് ഈവൻ മോർ എഫിഷ്യൻറ്റ് മെഷീൻ ഗണ്ണുകൾ. ആർട്ടിലറി, പീരങ്കികൾ. റിഫിൾസ്, തോക്കുകൾ ആൻഡ് ബോംബുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ഇറക്കി. സയൻസ് പ്ലേഡ് ആൻ ഈവൻ ലാർജർ റോൾ ഇൻ വേൾഡ് വാർ 2, രണ്ടാം ലോക മഹായുദ്ധത്തിലും ശാസ്ത്രം വലിയൊരു പങ്ക് വഹിച്ചു. നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാർ 1939 to 1945 വരെയായിരുന്നു. 1939 തൊട്ട് 1945 വരെയായിരുന്നു. രണ്ട് സെക്ഷൻസ് ഉണ്ടായിരുന്നു, എലീസും അതുപോലെ തന്നെ മറ്റേ സെക്ഷനായുള്ള ആക്സസുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ജർമ്മനി, ജപ്പാൻ ഒക്കെ ആയിരുന്നു. ജർമ്മനിയും ജപ്പാനൊക്കെ ആയിരുന്നു ഒരു സൈഡെങ്കിൽ, മറ്റേ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രിട്ടൻ ഉണ്ടായിരുന്നു, USA ഉണ്ടായിരുന്നു, പിന്നെ സോവിയറ്റ് റഷ്യ, അവരൊക്കെ ഉണ്ടായിരുന്നു. ബൈ ലേറ്റ് 1944 ജർമ്മനി വാസ് ലൂസിങ് ദ ബാർ. 1944 ആയപ്പോഴേക്കും ജർമ്മനിക്ക് മനസ്സിലായി അവരുടെ കൈവിട്ട് യുദ്ധം പോവുകയാണെന്ന്. ആൻഡ് ഡിഫീറ്റ് വാസ് ഇമ്മിനൻറ്റ്, എന്തായാലും തോൽവി ഉറപ്പാണെന്ന് അവർ സമ്മതിച്ചു. ഇയർ ഏർലിയർ, ഒരു വർഷം കഴിഞ്ഞിട്ട്, അതായത് 1945 ജർമ്മൻ അലീസ്, ദ ഇറ്റാലിയൻസ് ഹാഡ് ടോപ്പിൾഡ് മുസോളിനി ആൻഡ് സറണ്ടർ ടു ദ അലീസ്. ജർമ്മനി ഏകദേശം തോൽവി സമ്മതിക്കുകയാണ്. ബട്ട് ജർമ്മനി കെപ്റ്റ് ഫൈറ്റിംഗ് ഓൺ, അവർ യുദ്ധം പക്ഷെ പതുക്കെ തുടർന്നുകൊണ്ടിരുന്നു. ഈവൻ ദോ ദ ബ്രിട്ടീഷ്, അമേരിക്കൻ ആൻഡ് സോവിയറ്റ് ആർമീസ് വർ ക്ലോസിങ് ഇൻ. ബ്രിട്ടീഷുകാരും അമേരിക്ക, സോവിയറ്റ്, അത് വേറൊരു എതിർ കക്ഷിയാണ്. അവർ ജയിച്ചു അല്ലെങ്കിൽ അവർ ജർമ്മനിയെ മൊത്തത്തിൽ തോൽപ്പിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടും ജർമ്മനി യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു.
One reason German soldiers and civilians thought not all was lost was that they believed German scientists. എത്ര തോൽവി ഉറപ്പിച്ചിട്ടും ജർമ്മൻ പട്ടാളക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ജർമ്മനിയിലെ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അവർ ജർമ്മൻ സയൻറ്റിസ്റ്റിനെ, ജർമ്മനിയിലെ ശാസ്ത്രജ്ഞരെ വിശ്വസിച്ചു എന്നാണ്. were about to turn the tide. അവർക്കൊരു അട്ടിമറി പറ്റുമെന്ന് അവർ പ്രതീക്ഷിച്ചു. കാരണം അവർക്ക് മിറാക്കിളായിട്ടുള്ള അത്ഭുത ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. V2 റോക്കറ്റ്, ജെറ്റ് പവേർഡ് എയർക്രാഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ ജർമ്മനിയിലെ സയൻറ്റിസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ അവരതിൽ വിശ്വസിച്ചു. വൈൽ ജർമ്മൻസ് were വർക്കിംഗ് ഓൺ റോക്കറ്റ്സ് ആൻഡ് ജെറ്റ്സ്, അങ്ങനെ ജർമ്മനിയിലെ സയൻറ്റിസ്റ്റുകൾ നല്ല റോക്കറ്റുകളും ജെറ്റ്സൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ദ അമേരിക്കൻ മാൻഹട്ടൻ പ്രൊജക്റ്റ്, അതേസമയം അമേരിക്കയിൽ ഒരു മാൻഹട്ടൻ പ്രൊജക്റ്റ് വഴി അവർ ആറ്റം ബോംബ് സക്സസ് ആയിട്ട്, വിജയകരമായിട്ട് അവരത് വികസിപ്പിച്ചു. ബൈ ദ ടൈം ദ ബോംബ് വാസ് റെഡി, അങ്ങനെ ആറ്റം ബോംബ് റെഡിയായി. ഇൻ ഏർലി ഓഗസ്റ്റ് 1945 ആയപ്പോഴേക്കും ബോംബ് റെഡിയായി. ജർമ്മനി ഹാഡ് ഓൾറെഡി സറണ്ടേർഡ്, ആ സമയത്ത് ജർമ്മനി ഓൾറെഡി തോറ്റിട്ടുണ്ടായിരുന്നു. ബട്ട് ജപ്പാൻ വാസ് ഫൈറ്റിംഗ്, ജപ്പാനാണ് പിന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമേരിക്കയുടെ ശത്രുവായിട്ട് ആര് മാറി? ജപ്പാൻ മാറി. അമേരിക്കൻ ഫോഴ്സസ് were poisoned to invade its home islands. അമേരിക്ക പതുക്കെ ജപ്പാൻ്റെ ഹോം ഐലൻഡ്സുകൾ പിടിച്ചെടുക്കുകയാണ്, ഓരോ ദ്വീപുകളായിട്ട് പിടിച്ചെടുക്കുകയാണ്. ദ ജാപ്പനീസ് വോ ടു റെസിസ്റ്റ് ദ ഇൻവെൻഷൻ, ജപ്പാൻ ഒരു പരിധി വരെ അതിനെ ചെറുത്ത് നിൽക്കുകയാണ്. ആൻഡ് ഫൈറ്റ് ടു ദ ഡെത്ത്, മരണം വരെ അവർ പോരാടാണ്. And there was very reason to believe that it was not ideal threat. അമേരിക്കൻ ജനറൽസ് ടോൾഡ് പ്രസിഡന്റ്, ആ സമയം അമേരിക്കയിലെ പട്ടാളക്കാർ, വലിയ വലിയ ജനറൽസ് അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഹാരി എസ് ട്രൂമാനോട് പറഞ്ഞു, ജപ്പാൻ്റെ ഓരോ ഐലൻഡ് പിടിച്ചെടുക്കുമ്പോൾ വുഡ് കോസ് ദ ലൈവ്സ് ഓഫ് 1,000,000 അമേരിക്കൻ സോൾജേഴ്സ്, അത് ഒരു ദശലക്ഷം അമേരിക്കൻ പട്ടാളക്കാരുടെ മരണത്തിനും കൂടെ കാരണമാകും. പതുക്കെ ജപ്പാൻ്റെ ഓരോ ഐലൻഡുകൾ മാത്രം പിടിച്ചെടുക്കാനായിട്ട് നോക്കുമ്പോൾ മാത്രമല്ല, ആൻഡ് വുഡ് എക്സ്റ്റെൻഡ് ദ വാർ വെൽ ഇൻ 1946, യുദ്ധം പെട്ടെന്ന് അവസാനിക്കില്ല, അത് 1946 വരെ നീളുമെന്നും അമേരിക്കയിലെ പട്ടാളക്കാർ പ്രസിഡൻ്റായിട്ടുള്ള ഹാരി എസ് ട്രൂമാനോട് പറയാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഹാരി എസ് ട്രൂമാൻ ഡിസൈഡഡ് ടു യൂസ് ന്യൂ ബോംബ്, പുതിയൊരു ബോംബ് പ്രയോഗിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാവാണ്. അതാണ് ആറ്റം ബോംബ്. 2 weeks and 2 ആറ്റം ബോംബ് ലേറ്റർ, 2 ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ 2 ആറ്റം ബോംബ്. നമുക്കറിയാം 1945 ഓഗസ്റ്റ് 6 നാഗസാക്കി, അതുപോലെ തന്നെ ഹിരോഷിമ, ആ 2 സ്ഥലത്ത് ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9, 1945 ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9 എന്നുള്ള ദിവസങ്ങളിൽ ഹിരോഷിമ നാഗസാക്കിയിൽ അമേരിക്ക USA ഹിരോഷിമ നാഗസാക്കി എന്ന് പറഞ്ഞ ജപ്പാൻ്റെ 2 പ്രദേശങ്ങളിലും ആറ്റം ബോംബിടാണ്. ജപ്പാൻ സറണ്ടേർഡ് അൺകണ്ടീഷണലി, ജപ്പാൻ മൊത്തത്തിൽ അവിടെ നിലം പരിശായി, പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ദ വാർ വാസ് ഓവർ, അങ്ങനെ 2ാം ലോക മഹായുദ്ധം അവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞത് വളരെ ടഫായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതിൻ്റെ ഒരു പാർട്ടാണ് ഇപ്പോൾ, ഇനിയൊരു പാർട്ടും കൂടി ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, താങ്ക് യു.